ആ I-20 കാർ ദില്ലിയിലേക്ക് എത്തി 3 മണിക്കൂർ നേരം റെഡ് ഫോർട്ടിന്റെ പരിസരത്തുണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് പോലീസിന് ശ്രദ്ധയിൽപ്പെടാഞ്ഞത് എന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. ഗുരുതരമായ ഇന്റലിജൻസ് വീഴ്ചയാണോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ആ കാറിനെ ചുറ്റിപ്പറ്റി ചില സംശയങ്ങളുണ്ട്. ഒന്ന്, I-20 കാർ ഹരിയാന രജിസ്ട്രേഷനുള്ള ഈ I-20 കാർ HR26E7674 എന്ന രജിസ്ട്രേഷൻ നമ്പറിലുള്ള കാറിന്റെ ഉടമ ഗുരുഗ്രാമിലെ മുഹമ്മദ് സൽമാനാണ്. ഗുരുഗ്രാമിലെ മുഹമ്മദ് സൽമാനിൽ നിന്ന് 2025-ൽ ഓഖ്ല സ്വദേശി ദേവേന്ദ്രയ്ക്കാണ് ഈ കാർ കൈമാറുന്നത്. ഒക്ടോബർ മാസം ഈ ദേവേന്ദ്ര ആമിറിന് ഈ കാർ കൈമാറുന്നു. ഫരീദാബാദിലെ യൂസ്ഡ് കാർ വിൽപ്പന കേന്ദ്രത്തിലേക്ക് ഈ കാർ മാറ്റുന്നു. റോയൽ കാർ സോണിലാണ് ഈ കാർ ഏറ്റവും ഒടുവിലുണ്ടായിരുന്നത്. അത് ഈ കഴിഞ്ഞ ഒക്ടോബർ മാസമാണ്. ഒക്ടോബർ മാസം കഴിഞ്ഞ് നവംബർ മാസമാകുമ്പോഴേക്കും താരിഖിന്റെ കൈവശം ഈ കാർ എത്തുന്നു. ഇന്നലെ താരിഖിന്റെ പേരിലേക്ക് ഈ I-20 കാറിന്റെ രജിസ്ട്രേഷൻ മാറ്റുന്നു. ആ സ്ഫോടനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് താരിഖിന്റെ പേരിൽ, പുൽവാമ സ്വദേശിയായ താരിഖിന്റെ പേരിൽ റോയൽ കാർ സോണിൽ നിന്ന് വാങ്ങിയ കാർ രജിസ്റ്റർ ചെയ്യുന്നു. ആമിറും താരിഖും ഇപ്പോൾ ചോദ്യമുനയിലുണ്ട്. ഉമർ മുഹമ്മദിന് ഈ കാർ കൊടുക്കുന്നത് താരിഖാണ് എന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. ഈ കാറിൽ ഉണ്ടായിരുന്നത് ഡോക്ടർ ഉമർ മുഹമ്മദ് ആണെന്നും ഡോക്ടർ ഉമർ മുഹമ്മദിന് ഫരീദാബാദിലെ സംഘവുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഭീകരാക്രമണത്തിനായിട്ടാണ് ഈ കാറ് റോയൽ സോണിൽ നിന്ന് താരിഖ് വാങ്ങിയത് എന്നതാണ് സംശയം. അങ്ങനെ താരിഖ് വാങ്ങിയ കാർ ഉമർ മുഹമ്മദിന് കൈമാറുകയായിരുന്നു. ഉമർ മുഹമ്മദാണ് ഈ കാർ സ്ഫോടനത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. താരിഖിന് ഉമർ മുഹമ്മദിന്റെ പദ്ധതികൾ അറിയാമായിരുന്നു. അതല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ സ്ഫോടനത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് താരിഖ് തന്റെ പേരിൽ ആ കാർ രജിസ്റ്റർ ചെയ്തു? താരിഖും ഉമർ മുഹമ്മദും തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ കാറ് റോയൽ സോണിൽ നിന്ന് വാങ്ങി ഇത്രയും കാലമായിട്ടും രജിസ്റ്റർ ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇനി കണ്ടെത്തേണ്ടത്. ലക്ഷ്യം യഥാർത്ഥത്തിൽ റെഡ് ഫോർട്ടിന് തൊട്ടടുത്തുള്ള ചാന്ദിനി ചൗക്ക് മാർക്കറ്റായിരുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ലക്ഷ്യത്തിലെത്തുന്നതിന് മുമ്പ് പാളിപ്പോയ ഒരു സ്ഫോടനമാണോ നമ്മൾ കാണുന്നത്, നമ്മൾ അറിഞ്ഞത് എന്നതാണ്. താരിഖിന്റെ പേരിലേക്ക് രജിസ്ട്രേഷൻ മാറ്റി ഡോക്ടർ ഉമർ മുഹമ്മദിന്റെ കയ്യിൽ ഈ കാർ കൊടുത്തത് എന്നാണ്. ബദർപൂർ അതിർത്തി വഴി ദില്ലിയിലേക്ക് കടന്ന കാർ മണിക്കൂറുകൾ ഈ ചെങ്കോട്ടയുടെ പരിസരത്തെ പാർക്കിംഗ് ലോട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്ന വിവരമാണ്. മുഖ്യ സൂത്രധാരനായ ഡോക്ടർ ഉമർ മുഹമ്മദും താരിഖും അമീറും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നതാണ് ഇപ്പോൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. പുൽവാമയിൽ നിന്ന് ഈ കാർ ആഴ്ചയ്ക്ക് മുൻപ് തന്നെ ദില്ലിയിൽ എത്തിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യവും ഇപ്പോഴുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഭീകരാക്രമണത്തിനായി ഈ കാർ വാങ്ങിയതാണോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ അന്വേഷണ സംഘം ശ്രമിക്കുന്നത്. ഈ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. ദില്ലി സ്ഫോടനത്തിൽ ഇതുവരെ 9 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 6 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു.